KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. ഇന്നത്തെ പ്രധാന വാർത്താ വിശേഷങ്ങളിലൂടെ മുസ്ലിം നവോത്ഥാനത്തിന്റെ കേരളീയ പരിസരം സമസ്ത ഉലമ സമ്മേളനത്തിന് തൃശൂർ താജുൽ ഉലമ നഗരിയിൽ പ്രൌഢമായ തുടക്കം. മുസ്ലിംകളുടെ വൈജ്ഞാനിക വിദ്യാഭ്യാസ സാംസ്കാരിക വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച സമസ്തയുടെ സമ്പൂർണ്ണ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിനാണ് തൃശൂർ താജുൽ ഉലമ നഗരിയിൽ തുടക്കമായത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെ സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തൃശൂർ പുഴക്കൽ പാടത്തെ താജുൽ ഉലമ നഗരിൽ പതാക ഉയർത്തിയതോടെയാണ് 3 നാൾ നീണ്ടുനിൽക്കുന്ന സമ്മേളന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സമസ്ത മുഷാവർ അംഗങ്ങളായ 40 പണ്ഡിതരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്തു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ബാബു ഖൗഫിൽ മുഅ്മിനി അൻ യഹ്ബിത അമലുഹു ഒരധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്. മരിക്കുന്നതുവരെ ഖൈർ ചെയ്ത് അവസാനം അള്ളാഹുവിന്റെ ദീനിനെ നിസ്സാരപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ഒരൊറ്റ വാക്ക് ഉണ്ടായാൽ ഈമാൻ എല്ലാം പൊളിഞ്ഞു പോകും. എത്ര വലിയ നിസ്കാരക്കാരനായാലും എത്ര വലിയ ഇബാദത്തുകാരനായാലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഴ്ത്തിക്കാണിക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകും. 7 മണിക്ക് നടന്ന നവോത്ഥാന സമ്മേളനത്തിൽ SOS സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തി. പഠനം നടത്തി ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യമായി ചൊല്ലിയ പദ്യം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ അബുൽ ഫത്ഹ് മജീദുദ്ദീൻ അഹ്മദ് ബിൻ മുഹമ്മദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ പദ്യമായിരുന്നു. ഞാനത് ചൊല്ലാനുള്ള കാരണം, ഇവിടെ സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ എന്റെ സ്നേഹിതന്മാരായ നമ്മുടെ പ്രവർത്തകന്മാരിൽ പലരും വന്ന് എന്നോട് പറഞ്ഞു, അതിൽ പ്രത്യേകിച്ചും തൃശൂർ ജില്ലയിലുള്ളവർ പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല വാഴ് പറഞ്ഞു തരികയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അതൊരു നവോത്ഥാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസംഗമായി പോകരുത് എന്ന നിലക്ക് എന്നെ ഉണർത്തിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആ വാഴ് പറയാനുള്ള അർഹതയും യോഗ്യതയും എനിക്കില്ല. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു വാഴ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സദസ്, മഹാനവറുകൾ നവോത്ഥാന പ്രവർത്തന രംഗത്ത് സജീവമായി വരുന്നു. പക്ഷേ ആത്മീയ രംഗത്ത് ഉയർന്ന സ്ഥാനത്തേക്ക് കയറി വരുന്നേ ഉള്ളൂ. നാളെ രാവിലെ 10 മണിക്ക് ഉലമ പ്രതിനിധി സമ്മേളനം UAE പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതൻ ഡോക്ടർ ഷെയ്ഖ് അഹമ്മദ് ഖുബൈസി ഉദ്ഘാടനം ചെയ്യും. സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആമുഖ സന്ദേശം നൽകും. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, കോൺവൊക്കേഷൻ, ചർച്ച തുടങ്ങിയവ നടക്കും. സമാപന ദിവസമായ മാർച്ച് 5 ഞായറാഴ്ച പ്രാസ്ഥാനിക സെഷൻ, കർമ്മശാസ്ത്ര സെമിനാർ, വിവിധ വിഷയങ്ങളിൽ ചർച്ച, സംവാദം, ക്ലാസ് എന്നിവയുണ്ടാകും. വൈകിട്ട് 5 സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയപ്രഖ്യാപന പ്രഭാഷണം നടത്തും. അടിസ്ഥാന സൌകര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ ഊന്നൽ നൽകിയ സംസ്ഥാന ബജറ്റ് കിഫ്ബി വഴി 25,000 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ നടപ്പാക്കും. കാർഷിക മേഖലയ്ക്ക് 2,100 കോടിയാണ് വകയിരുത്തിയത്. ക്ഷേമ പെൻഷനുകൾ 100 രൂപ വെച്ച് കൂട്ടി. ക്ഷീരകർഷക പെൻഷൻ 1,100 രൂപയാക്കി. 1 ലക്ഷം ഭവനരഹിതർക്ക് വീട് നൽകും. ആർദ്രം, ഹരിത കേരളം, ലൈഫ്, വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിങ്ങനെ സർക്കാരിന്റെ 4 മിഷനുകളുടെ നടത്തിപ്പിനാണ് ഇത്തവണത്തെ ബജറ്റിൽ ഊന്നൽ. 5,628 കോടി രൂപയുടെ 182 റോഡുകളും 2,557 കോടി രൂപയുടെ 69 പാലങ്ങളും മേൽപ്പാലങ്ങളും നിർമ്മിക്കും. 6,500 കോടി രൂപയുടെ തീരദേശ പാതയ്ക്കും 3,500 കോടി രൂപയുടെ മലയോര പാതയ്ക്കും നിർമ്മാണാനുമതി നൽകും. NIR ചിട്ടികൾ വഴി പ്രവാസി മലയാളികളിൽ നിന്നാകും ഇതിന് ധനം ശേഖരിക്കുക. പ്രവാസി ചിട്ടിക്ക് KSF തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യ വർഷം തന്നെ 1 ലക്ഷം പ്രവാസികളെയും ചിട്ടിയിൽ ചേർക്കാനാണ് ലക്ഷ്യമിടുന്നത്. കിഫ്ബി നടപ്പാക്കുന്ന 10,000 കോടി രൂപയുടെ തീരദേശ മലയോര ഹൈവേകൾക്ക് വേണ്ടിയുള്ള ബോണ്ടുകൾ പൂർണ്ണമായും പ്രവാസി ചിട്ടി വഴി സമാഹരിക്കാനാണ് ഉദ്ദേശം. 1,696 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി നടപ്പാക്കും. പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൌകര്യ വർധനയ്ക്കും നിലവാരം കൂട്ടാനും 1,000 കോടി രൂപയുടെ പദ്ധതികൾ.
ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 2500-ഉം ആരോഗ്യമേഖലയിൽ 5257 തസ്തികകൾ സൃഷ്ടിക്കും. ജീവിതശൈലീ രോഗങ്ങൾക്ക് സൌജന്യ മരുന്ന് നൽകും. അവയവമാറ്റം നടത്തിയവർക്ക് 10% വിലയ്ക്ക് മരുന്ന് നൽകും. ജനകീയാസൂത്രണത്തിന്റെ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 9748 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. എഞ്ചിനീയർമാർക്ക് തദ്ദേശ ഭരണകൂടമാകും ശമ്പളം നൽകുക. ഭിന്നശേഷിക്കാർക്ക് 4% തൊഴിൽ സംവരണവും 5% ഉന്നത വിദ്യാഭ്യാസ സംവരണവും നൽകും. വിലക്കയറ്റം നേരിടാനും നടപടികൾ പ്രഖ്യാപിച്ചു. റേഷൻ സബ്സിഡിക്ക് 900 കോടി, നെല്ല് സംഭരണത്തിന് 700 കോടി, സപ്ലൈകോക്ക് 200 കോടി, കൺസ്യൂമർ ഫെഡിന് 150 കോടി, ഹോർട്ടികോർപ്പിന് 30 കോടി എന്നിങ്ങനെയാണ് നീക്കിയിരിപ്പ്. റബ്ബർ വില സ്ഥിരതാ പദ്ധതി തുടരാൻ 500 കോടി രൂപ നീക്കിവച്ചു. കാരുണ്യ പദ്ധതിക്ക് 300 കോടി നൽകി. SCV വിഭാഗങ്ങൾക്ക് 2600 കോടിയാണ് നൽകിയത്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിന് നൽകിയിട്ടുള്ള SCPക്ക് 2600 കോടി രൂപയും TSPക്ക് 751 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കേരളത്തിലെ ജനസംഖ്യയിൽ 9.1% വരുന്ന പട്ടികജാതിക്കാർക്ക് മൊത്തം പദ്ധതിയടങ്കലിന്റെ 9.8% വകയിരുത്തുന്നു. GST നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ ബജറ്റിൽ നികുതി നിർദ്ദേശങ്ങളില്ല. 2005-6 മുതൽ 2010-11 വർഷം വരെയുള്ള നികുതി കുടിശ്ശിക പൂർണ്ണമായി അടച്ചാൽ കുടിശ്ശികയുടെ പലിശയും പിഴത്തുകയുടെ 70% ഇളവ് ചെയ്ത് നൽകുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. 16,043 കോടി രൂപ റവന്യൂ കമ്മിയും 52,756 കോടി രൂപ ധനക്കമ്മിയുമുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൌജന്യ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിന് നടപടിയെടുക്കുമെന്ന് ബജറ്റിൽ ധനമന്ത്രിയുടെ പ്രഖ്യാപനം. മറ്റുള്ളവർക്കെല്ലാം കുറഞ്ഞ ചെലവിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കും. ഇന്റർനെറ്റ് സേവനം പൌരാവകാശമാക്കി മാറ്റുമെന്ന് ധനമന്ത്രി പറഞ്ഞു. സർക്കാർ സേവനങ്ങളും ഇടപാടുകളും IT അധിഷ്ഠിതമാകും. കെ-ഫോൺ എന്ന പേരിലുള്ള ഇന്റർനെറ്റ് വ്യാപന ശൃംഖലയ്ക്ക് 1000 കോടി രൂപ വകയിരുത്തി. സംസ്ഥാനത്ത് 12 IT ഹാർഡ്വെയർ പാർക്കുകൾ സ്ഥാപിക്കും. കേരള സംസ്ഥാന പദ്ധതിയുടെ പ്രധാന പ്രത്യേകത ശിശുക്ഷേമത്തിന് നൽകുന്ന പ്രാധാന്യമാണ്. 2016-17 ബഡ്ജറ്റിൽ കുട്ടികൾക്കായുള്ള പദ്ധതികൾ സംബന്ധിച്ച പ്രത്യേക പ്രസ്താവന ബഡ്ജറ്റിനോടൊപ്പം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതുപ്രകാരം കുട്ടികളുടെ അതിജീവനം, സംരക്ഷണം, വികസനം, പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിടുന്ന ഐക്യരാഷ്ട്രസഭയുടെ സ്കീമുകൾക്കോ പൊതു സ്കീമുകളിലെ ഘടകങ്ങൾക്കോ കൂട്ടിയെടുക്കുമ്പോൾ 1621 കോടി രൂപ അഥവാ സംസ്ഥാന പദ്ധതിയുടെ 8% വരുമെന്ന് കാണുന്നു. ബജറ്റ് രേഖ ചോർന്നെന്നാരോപിച്ച് പാതിവഴിക്ക് പ്രതിപക്ഷം ബജറ്റ് അവതരണം ബഹിഷ്കരിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലടക്കം ബജറ്റ് വന്നുവെന്നും ധനമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ബജറ്റ് ചോർന്നത് ഗൌരവമുള്ളതാണെന്ന് ധനമന്ത്രി സമ്മതിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ബജറ്റ് അവതരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയത്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം ബജറ്റ് വന്നുവെന്നും ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ചോർന്നതെന്നും ബഹളങ്ങൾക്കിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സാധാരണഗതിയിൽ ബഡ്ജറ്റ് പുസ്തകം നടന്നു കഴിഞ്ഞ് അംഗങ്ങൾക്കും പത്രക്കാർക്കും വിതരണം ചെയ്തിട്ട് ഇത് കിട്ടാറുള്ളൂ. ഇത് സോഷ്യൽ മീഡിയയിലൂടെ മുഴുവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്വൽ മീഡിയയിലും ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, ബഡ്ജറ്റിനൊരു സാങ്ക്ടിറ്റി വേണ്ടേ? ആ സാങ്ക്ടിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ വേണേ വായിക്കാം. ഇതെല്ലാം ഇനി തോമസ് ഐസക്ക് വായിക്കാനുള്ളതെല്ലാം ഞാൻ വായിക്കാം. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു. അങ്ങ് ഉന്നയിച്ചത് പരിശോധിച്ച് സ്റ്റേറ്റ്മെന്റ് അടക്കം വന്നിരിക്കുകയാണ്. ധനസൂചകങ്ങൾ, ആകെ വരുമാനം, ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിയട്ടെ. ഇതെങ്ങനെ വെളി വന്നിരിക്കുന്നു? ഇതെങ്ങനെ നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. അല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഭയുടെ മുൻപാകെ ഒരു വിഷയം അവതരിപ്പിച്ചിരിക്കുകയാണ്. നിയമസഭയിൽ വെച്ച പ്രധാന ബജറ്റ് രേഖകളൊന്നും ചോർന്നിട്ടില്ലെന്ന് ധനമന്ത്രി. മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യാൻ തയ്യാറാക്കിയ കുറിപ്പാണ് ചോർന്നത്. പ്രതിപക്ഷം ശ്രമിച്ചത് കിട്ടിയ അവസരം മുതലെടുക്കാൻ മാത്രമെന്നും തോമസ് ഐസക് ബജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം പ്ലേ ചെയ്യുന്നവയാണ്. അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അത് ബഡ്ജറ്റ് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിപൂർണമായിട്ട് മാധ്യമങ്ങൾക്ക് ലഭ്യമായി. മുൻ വർഷങ്ങളിലെല്ലാം എന്റെ പ്രസംഗം കഴിഞ്ഞിട്ടാണ് ഹൈലൈറ്റ്സ് പൂർണ്ണമായിട്ടും വരിക. പ്രസംഗത്തിൽ കഴിഞ്ഞതിന് ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി നൽകുക. എന്നാൽ ഒരു 10 മണിയായപ്പോൾ ഇങ്ങനെ ഹൈലൈറ്റ്സിന്റെ ടെസ്റ്റ് പൂർണ്ണമായിട്ട് കിട്ടി ചില മാധ്യമങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് സംഭവിക്കാൻ പാടില്ലാത്തത്. പക്ഷേ ഇത് ബഡ്ജറ്റിന്റെ സീക്രസി കാര്യങ്ങളൊന്നും ബാധിക്കുന്നവരായിരിക്കും.
ബജറ്റ് ചോർച്ചാ വിവാദത്തിൽ ധനമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിനെതിരെ നടപടി. അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ മനോജ് കുമാറിനെ തലസ്ഥാനത്തുനിന്ന് നീക്കി. മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന മനോജ് കുമാർ ബജറ്റിലെ വിവരങ്ങൾ നേരത്തെ പുറത്തുവിട്ടുവെന്നാണ് ആരോപണം. സംഭവത്തെക്കുറിച്ച് സിപിഎം അന്വേഷിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയതിനു തൊട്ടുപിന്നാലെയാണ് നടപടി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വധഭീഷണി മുഴക്കിയ ആർഎസ്എസ് നേതാവ് കുന്ദൻ ചന്ദ്രാവതിനെ പുറത്താക്കി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തല കൊയ്താൽ 1 കോടി രൂപ പ്രതിഫലം നൽകുമെന്ന പ്രഖ്യാപനത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഉജ്ജയിനിലെ ആർഎസ്എസ് പ്രാദേശിക നേതാവ് കുന്ദൻ ചന്ദ്രാവത് രംഗത്തെത്തി. പിണറായി വിജയനെതിരായ ഭീഷണി പിൻവലിക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു. വികാരാവേശം കൊണ്ടാണ് പിണറായിക്കെതിരെ ഇത്തരമൊരു പ്രസ്താവന നടത്തിയതെന്നും ഇതിൽ ഖേദമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. വാർത്തകൾക്കായി സന്ദർശിക്കുക www.sunnyonlineclass.com.